ഈ വുമൻസ് ബട്ടർഫ്ലൈ ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ എന്നെ കുറിച്ച് ഭയങ്കര ചർച്ച നടന്നിരിക്കുക. എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ആവും. ഞാൻ പലതും പറയും, പലതും ചെയ്യാതെ എന്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും കേട്ട് ഇവർ കുറയ്ക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആണല്ലോ സത്യം ഈ കമ്മ്യൂണിറ്റി വളരാത്ത കാരണം ഈ കമ്മ്യൂണിറ്റിനെ തളർത്തുന്ന ഈ പിടിച്ച് വലിക്കുന്ന ഒരുപാട് പേര്. അല്ല, എന്താണ് നിങ്ങൾ പറഞ്ഞ ഈ പേഴ്സണൽ കാര്യം? നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഒരു വലിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അയാൾ 5 മാസം പ്രഗ്നൻ്റ് ആണ്. ട്രാൻസ് വുമൺ എന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തിയാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലോ മറ്റോ ആണ് ഞാൻ 5 മാസം ഗർഭിണിയാണ്, ഒമിറ്റ് ചെയ്തത് കാണിക്കുന്നു, ഒമിറ്റിങ് ചെയ്യാൻ വരുന്നു എന്നുള്ളത് കാണിക്കുന്നു, വയറ് തടവുന്നു, ഞാൻ 5 മാസം പ്രഗ്നൻ്റ് ആണ്, സീരിയസ്ലി ഐ എം പ്രഗ്നൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയാണ് എനിക്ക് വൈറലാവാൻ ഞാൻ പലതും പറയും, ഞാൻ പലതും ചെയ്യും. അപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ വരെ സംസാരിക്കും. നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമുക്കത് പറയണ്ട. പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. എന്ന് വെച്ചാൽ ഞാനൊരു അമ്മയാണ്, നമ്മളൊരു കുട്ടിയെ പ്രഗ്നൻ്റ് ആവുക, അതിനെ ജന്മം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വെച്ചിട്ട് വൈറലാകാൻ നോക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, എല്ലാം കഴിഞ്ഞിട്ടൊരു സംസാരമാണ്. ഞാൻ വൈറലാവാൻ എന്തും കാണിക്കും, ഞാൻ എന്തും ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ഞാൻ ഇതുവരെ ഇവരുടെ ഒരു വീഡിയോസ് പോലും എന്താ പറയുക നമ്മുടെ വീഡിയോസിലോട്ട് ഇടാനോ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു താല്പര്യം എനിക്കിപ്പോഴും ഇല്ല. പക്ഷേ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം എല്ലാം പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു സംസാരം. ഇതിൽ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ സ്വയം തന്നെയാണ് പറഞ്ഞുണ്ടാക്കിയ കാര്യം. ഇത് ഒരാളും ചോദിച്ചതല്ല നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന ഈ കുറേ ഓൺലൈൻ മീഡിയകൾ, അയാൾ അവിടെ പോയാൽ അത് ചെയ്തു ഇത് ചെയ്തു, വയറ് തടവുന്നത് കണ്ടോ, കുഞ്ഞിനോട് എന്താണ് കരുതൽ എന്നൊക്കെ ക്യാപ്ഷൻ വെച്ചിട്ട് ഓരോ വീഡിയോസും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലേ സംസാരിക്കാൻ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ വേറെ ഒന്നിനെ പറ്റി സംസാരിക്കാൻ സമയമില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ പുറകെ നടന്ന് ഇത്തരത്തിലുള്ള വീഡിയോസും ഇത്തരത്തിലുള്ള ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഇഷ്ടമുള്ളതെല്ലാം കാണിക്കും. അത് നിങ്ങളെല്ലാവരും കണ്ടോണം, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോളൂ, ഞാൻ വൈറലാവട്ടെ. നന്നായിട്ടുണ്ട്, വളരെ അടിപൊളി. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേരെങ്കിലും വന്നിട്ട് പറയും അവരിഷ്ടമുള്ള പോലെ